നമസ്കാരം. ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ പാഞ്ഞെടുത്താൽ സ്വാഭാവികമായി മാറ്റുമല്ലോ. എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ചാടി വീഴുകയാണ്, അയാളെ ചില ചെറുപ്പക്കാർ അങ്ങോട്ട് പിടിച്ച് തള്ളി മാറ്റുന്നു. അത് ജീവൻ രക്ഷിക്കാനല്ലേ? അതൊരു അക്രമമാണോ? അതൊരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. ആ ജീവൻ രക്ഷാ രീതി തന്നെയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. മാതൃകാപരമായ ആ രീതികൾ തുടർന്നു പോകണം. എന്റെ കൂടെയുള്ള അംഗരക്ഷകർ എന്ന് പറയുന്നത് എനിക്ക് വേറെ ഒന്നും സംഭവിക്കരുത് എന്നതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ്. ഇത് സ്വാഭാവികമാണ്. അതിനല്ലേ ഗൺമാൻ ഡ്യൂട്ടിക്കുള്ളത്. 3 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2023 നവകേരള സദസ്സിനിടെ കരിങ്കൊടിയുമായി എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിപ്പൊളിച്ച നടപടിയെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. സഖാക്കൾക്ക് ഇത് വലിയ മാസായി തോന്നിയെങ്കിലും ഇത് പിന്നീട് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കേരള പോലീസിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള നീക്കങ്ങളാണ് ഈ കേസിനെ അട്ടിമറിക്കാൻ പിണറായി സർക്കാർ നടത്തിയത്. എന്നും ഭരണവും വിജയവും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയ പ്രതികൾക്ക് ഒടുവിൽ കാലം കാത്തുവെച്ച തിരിച്ചടി ലഭിക്കുന്നു. 5 പ്രതികൾക്കും തൽക്കാലത്തേക്ക് ഇനി വീട്ടിലിരിക്കാം. 5 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ള 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ADGP MR അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറും. ഇതോടെ സർവാധികാരിയായിരുന്ന ADGPക്കെതിരായ അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. അതേസമയം കേസിൽ തൽക്കാലത്തേക്കെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഒരു ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ ജാമ്യമില്ലാ കുറ്റങ്ങളിൽ നിന്ന് കോടതി വിലയിരുത്തിയിരിക്കുകയാണ്. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളിൽ എന്തിനു മുൻകൂർ ജാമ്യം എന്നും കോടതി ചോദിച്ചു. മുൻകൂർ ജാമ്യ ഹർജി അങ്ങനെ കോടതി തീർപ്പാക്കി. കേസിൽ പരാതിക്കാർക്ക് കക്ഷി ചേരാനും അനുമതിയുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷനെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. SIT സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമല്ലെന്നും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളിൽ എന്തിനു മുൻകൂർ ജാമ്യം എന്നും കോടതി ചോദിച്ചു. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് കേസ് ഡയറിയിലെ പോരായ്മകളെക്കുറിച്ച് കടുത്ത വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പുതിയ UDF സർക്കാരിന്റെ അതിവേഗ നീക്കം. മുൻപ് ഈ കേസ് അട്ടിമറിക്കാനും കേസ് ഡയറിയിൽ തിരുത്തലുകൾ വരുത്താനും ADGP MR അജിത് കുമാർ ഉന്നത പദവി ദുരുപയോഗം ചെയ്തുവെന്ന് SIT കണ്ടെത്തിയിരുന്നു. അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ നൽകിയ സുരക്ഷാ റിപ്പോർട്ട് പൂഴ്ത്തിയതും അജിത് കുമാറിന് മേലുള്ള കുരുക്ക് മുറുക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ അക്കമിട്ട് നിർത്തുന്ന റിപ്പോർട്ടാണ് DGP ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. കള്ളരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതും സസ്പെൻഷൻ നടപടികളിലേക്ക് കടക്കുന്നതും സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വൈകാതെ തന്നെ തീരുമാനമെടുക്കും. ജൂലൈയിൽ DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട അജിത് കുമാറിന് പുതിയ നീക്കങ്ങൾ കരിയറിൽ വലിയ തിരിച്ചടിയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ഗുണ്ടകളും നടത്തിയ അക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നാണ് ആഭ്യന്തരമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസ് സേനയിലെ രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ തന്നെയുള്ള കർശന നീക്കം. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയത് ഞങ്ങൾ അങ്ങനെ മറക്കില്ലെന്ന പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഭരണത്തിൽ വന്നതിന് പിന്നാലെ സതീശൻ ആ വാക്ക് പാലിക്കുകയും ചെയ്തു. അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തന കേസിൽ SIT പ്രഖ്യാപിക്കാൻ UDF ഭരണകൂടം തീരുമാനിച്ചത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു. 2023 നടന്ന നവകേരള യാത്രയ്ക്കിടയിൽ കണ്ണൂരിലും ആലപ്പുഴയിലും അരങ്ങേറിയത് സമാനതകളില്ലാത്ത പോലീസ് ഗുണ്ടായിസമായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാൻമാർ എസ്കോർട്ട് വാഹനത്തിൽ ഒളിപ്പിച്ചു വെച്ച വടിയുമായി പുറത്തിറങ്ങിയാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിക്കേറിയത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയ ശേഷം പിന്നാലെ വന്ന ആളുകളെ മർദ്ദിക്കുന്നത് ഏത് പോലീസ് മാനുവലിൽ ഉള്ളതാണെന്ന ചോദ്യത്തിന് അന്ന് മറുപടി ഉണ്ടായിരുന്നില്ല. സാധാരണ ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിലിരുന്ന് തന്നെ വീശിയടിക്കാവുന്നതുമായ പ്രത്യേകതരം ദണ്ഡാണ് ഗൺമാൻ സന്ദീപും സംഘവും ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ഇത്തരം ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടന്നത് തന്നെ വലിയ ചട്ടലംഘനമായിരുന്നു. ഇടുക്കിയിൽ പത്ര ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചും ഇവർ തങ്ങളുടെ പ്രതാപം കാണിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇവരെ പരസ്യമായി ന്യായീകരിച്ചതോടെ ഈ ഉദ്യോഗസ്ഥർക്ക് ആരും ചോദിക്കാനില്ലെന്ന ധാരണയായി. എന്നാൽ ഭരണം മാറുകയും അന്നത്തെ ഇരയായിരുന്ന AD തോമസ് MLA ആയി സഭയിലെത്തുകയും ചെയ്തതോടെയാണ് കഥ മാറുന്നത്. സ്വന്തം പദവി മറന്ന് ക്രിമിനൽ സംഘത്തെ പോലെ പെരുമാറിയ ഗൺമാൻമാർക്ക് ഇനി കാക്കിയൂരി വീട്ടിലിരിക്കേണ്ടി വരും. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബസ്സിന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ ലോക്കൽ പോലീസ് നീക്കുന്നതിനിടയിലാണ് ഗൺമാൻ കാറിൽ നിന്ന് വടിയുമായി പുറത്തിറങ്ങി യുവാക്കളുടെ തലയിലടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ബസ്സിനൊപ്പം സഞ്ചരിച്ച് സുരക്ഷ ഒരുക്കേണ്ടയാൾ പിന്നിൽ കാറിൽ നിന്നിറങ്ങിയാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത്. സന്ദീപ് ഉൾപ്പെടെ എസ്കോർട്ട് ഡ്യൂട്ടിയുള്ള പോലീസുകാരും മർദ്ദിക്കാനൊപ്പം കൂടി. ഒടിയാത്ത ദണ്ഡാണ് ഗൺമാൻ ഉപയോഗിച്ചിരുന്നത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടക്കുന്നുവെന്ന ഗുരുതരമായ ചട്ടലംഘനവും ഇവിടെ സംഭവിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ഞെട്ടിക്കുന്ന അട്ടിമറികൾ നടന്നുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നത് പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്.
ഈ അട്ടിമറിക്ക് നേതൃത്വം നൽകിയതാകട്ടെ ADGP MR അജിത് കുമാർ ആയിരുന്നു. അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ സമർപ്പിച്ച ഔദ്യോഗിക സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിലെ അന്നത്തെ സർവ്വപ്രതാപിയായ ADGP MR അജിത് കുമാർ ബോധപൂർവ്വം ചവറ്റുകൊട്ടയിലിട്ടെന്നാണ് കണ്ടെത്തിയത്. ഭരണമാറ്റത്തിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിലാണ് മുമ്പ് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGPയുടെ കരിയർ തന്നെ പൂട്ടാൻ പോകുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ഒരു ക്രിമിനൽ കേസിന്റെ ഡയറി നിരത്താൻ ഉന്നത പോലീസ് ആസ്ഥാനം നേരിട്ട് ചരട് വലിച്ചുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP വസ്തുതകൾ നിരത്തി തയ്യാറാക്കിയ ഒറിജിനൽ കേസ് ഡയറി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടി ADGPയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് തിരുത്തുകയായിരുന്നു. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ തെരുവിൽ നടന്ന ഗുണ്ടായിസത്തെ ന്യായീകരിക്കാനും ഗൺമാൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നിയമപരമായ പഴുതുകൾ ഒരുക്കാനുമായിരുന്നു ഈ തിരുത്തൽ നാടകം. വിട്ടുവീഴ്ചയില്ലാത്ത IPS ഉദ്യോഗസ്ഥയായ ചൈത്ര തെരേസ ജോൺ കാട്ടിയ പ്രൊഫഷണലിസത്തെ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ADGP എങ്ങനെ ബലി കഴിച്ചു എന്നാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. VIP സുരക്ഷയുടെ മറവിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ഗൺമാനും കാണിച്ച അതിക്രമം സുരക്ഷാ ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ചൈത്ര കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ സത്യസന്ധമായ റിപ്പോർട്ട് പുറത്തു വന്നാൽ അന്നത്തെ ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഉണ്ടാകുമായിരുന്ന രാഷ്ട്രീയ തിരിച്ചടി ഭയന്നാണ് അജിത് കുമാർ അത് പൂഴ്ത്താൻ നിർദ്ദേശം നൽകിയത്. കേസ് ഡയറി തിരുത്തി വ്യാജ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ തനിക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP തന്നെ ഇപ്പോൾ SITക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. ADGPയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച കൃത്യമായ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് കോടതി തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് ഉദ്യോഗസ്ഥന്റെ തുറന്നു പറച്ചിൽ. ഒരു കേസ് അട്ടിമറിക്കാൻ ഉന്നത IPS ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്ന് കീഴുദ്യോഗസ്ഥൻ തന്നെ മൊഴി നൽകിയതോടെ അജിത് കുമാറിന്മേലുള്ള നിയമകുരുക്കം പൂർണ്ണമായിരിക്കുകയാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചത് മുതൽ CPM സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്ന ഒരു വാദമുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പ്രതികളെന്നും അവർക്ക് ഇത്തരത്തിൽ പെരുമാറാൻ നിയമം അനുവദിക്കുന്നു എന്നുള്ളതുമായിരുന്നു. എന്നാൽ ഈ ഒരു വാദം തികച്ചും തെറ്റാണ്. Z+ കാറ്റഗറിയുള്ള VIP സുരക്ഷാ സംഘത്തിന്റെ ചുമതലയിൽപ്പെടുന്ന കാര്യങ്ങളല്ല പിണറായി വിജയന്റെ ഗൺമാനും സംഘവും ചെയ്തത്. അതിനാൽ ഔദ്യോഗിക ജോലി എന്നതിന്റെ ആനുകൂല്യം ഇവർക്ക് കിട്ടില്ല. VIPകളുടെ സുരക്ഷ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ യെല്ലോ ബുക്കിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘത്തിന്റെ പ്രവൃത്തി. VIP സംഘർഷ സ്ഥലത്ത് പെട്ടുപോയാൽ അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ഇവരുടെ ചുമതല. അതിനുശേഷം അവിടുത്തെ ക്രമസമാധാനം നിയന്ത്രിക്കേണ്ടത് ലോക്കൽ പോലീസാണ്. എന്നാൽ 2023 ഡിസംബർ 15 മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസിന് നേരെ കരിങ്കൊടി കാണിച്ച അന്നത്തെ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ച സുരക്ഷാ സംഘം ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ചത് ചട്ടലംഘനത്തിന് പുറമെ കടുത്ത സുരക്ഷാ വീഴ്ച കൂടിയാണ്. മുഴുവൻ സമയം VIP ഏറ്റവും അടുത്തുണ്ടാകണമെന്നതാണ് സുരക്ഷാ സംഘത്തിനുള്ള നിർദ്ദേശം. VIP വാഹനത്തിന്റെ മുന്നിലും പിന്നിലുമായിട്ടാണ് ഇവർ സഞ്ചരിക്കേണ്ടത്. VIP വാഹനം നിർത്തിയാൽ മാത്രമേ ഇവരുടെ വാഹനം നിർത്താൻ അനുവാദവുമുള്ളൂ. എന്നാൽ പിണറായി വിജയന്റെ വാഹനം കടന്നുപോയതിനു ശേഷമാണ് ഇവർ വാഹനം നിർത്തി ഇറങ്ങി പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. ഇത്രയും സമയം അദ്ദേഹത്തിന്റെ കൂടെ സുരക്ഷാ സംഘം ഉണ്ടായിരുന്നില്ല. സുരക്ഷാ സംഘത്തിന് വാഹനം നിർത്തിയതോടെ ഇതിന് പിന്നിലുള്ള ആംബുലൻസും അഗ്നിരക്ഷാ സേനയുടെ വാഹനവും ഉൾപ്പെടെയുള്ള വാഹന വ്യൂഹം ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. ഇതെല്ലാം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച രാഷ്ട്രീയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അജിത് കുമാർ നിയമവിരുദ്ധമായ അണിയറ നീക്കങ്ങൾ നടത്തിയതെന്നാണ് സൂചന. നവകേരള സദസ്സിന്റെ സുരക്ഷാ മേൽനോട്ടം വഹിച്ചിരുന്ന ADGP പാർട്ടി പ്രവർത്തകരെ പോലെയാണെന്ന് പെരുമാറിയതെന്ന ആക്ഷേപം UDFന് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. കേസ് അട്ടിമറിയിലൂടെ പ്രധാന ആസൂത്രകൻ എന്ന നിലയിൽ അജിത് കുമാറിന് ബെൽറ്റും തൊപ്പിയും നഷ്ടമാകുമെന്ന് ഉറപ്പാണ്. കള്ളരേഖ ചമക്കലടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ടി വരും. ഈ വർഷം ജൂലൈയിൽ അഗ്നിരക്ഷാ സേന മേധാവി DGP നിതിൻ അഗർവാൾ വിരമിക്കുമ്പോൾ സീനിയോറിറ്റി ലിസ്റ്റിൽ മുന്നിലുള്ള MR അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ കേസിലെ തുടർ നടപടികളുമായി മുന്നോട്ട് പോയാൽ അജിത് കുമാറിന് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വരും. അങ്ങനെ വന്നാൽ അജിത് കുമാറിന്റെ DGP മോഹങ്ങൾ പൂർണ്ണമായി ചവറ്റുകൊട്ടയിലാകുകയും സീനിയോറിറ്റി പട്ടികയിലുള്ള ADGP ശ്രീജിത്തിന് DGP പദവി ലഭിക്കാനുള്ള സാധ്യതകൾ ഏറുകയും ചെയ്യും. ഭരണമാറ്റത്തിന് ശേഷം സിവിൽ പോലീസ് സർവീസുകളിൽ വലിയ അഴിച്ചുപണികൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ അട്ടിമറി വിവരങ്ങൾ പുറത്തുവരുന്നത് മുൻ ഇടതു ഭരണകൂടത്തിന്റെ ക്രമസമാധാന തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ അടിമകളെ പോലെ പ്രവർത്തിച്ചതിന്റെ ജീവിക്കുന്ന തെളിവാണ് ചൈത്ര തെരേസയുടെ റിപ്പോർട്ട് പൂഴ്ത്തിയ നടപടി. സിവിൽ തലപ്പത്ത് സഞ്ജീവ് കൗശിക് ഉൾപ്പെടെയുള്ള പിന്മാറുന്ന പ്രതിസന്ധിക്കിടയിലാണ് പോലീസിനെ പിടിച്ചെടുക്കുന്ന ഈ പുതിയ വിവാദം. അന്വേഷണ ഏജൻസികളെയും കോടതികളെയും ഒരുപോലെ ഒത്തുകളിലൂടെ പറ്റിക്കാൻ ശ്രമിച്ച ADGPയുടെ നടപടി IPS വൃത്തങ്ങളിലും കടുത്ത ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ന്യായീകരണങ്ങൾ എത്രത്തോളം പൊള്ളയായിരുന്നുവെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയ ഉദ്യോഗസ്ഥ പ്രമുഖർക്കെതിരെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ ഭരണപരമായ നീക്കങ്ങൾ കേരളത്തിലെ സിവിൽ പോലീസ് സർവീസുകളിൽ വലിയ ശുദ്ധീകരണത്തിനാകും വഴിതെളിക്കുക. ഈ കേസിലെ SITയുടെ ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എടുത്തു പറയേണ്ടുന്ന 2 പേരാണ് SP AP ഷൗക്കത്ത് അലിയുടെയും DYSP ബൈജി പൗലോസിന്റെയും.
രാഷ്ട്രീയ അക്രമങ്ങളിലെ കൊടും കുറ്റവാളികളെയും സിനിമയിലെയും പൊതുരംഗത്തെയും വമ്പന്മാരെയും അഴിക്കുള്ളിലാക്കി ഭയമില്ലാത്ത അന്വേഷണ മികവ് തെളിയിച്ച കേരള പോലീസിലെ 2 മികച്ച ഉദ്യോഗസ്ഥർ ഒരേ ദൗത്യത്തിനായി കൈകോർക്കുന്നുവെന്ന പ്രത്യേകത ഈ കേസിനുണ്ടായിരുന്നു. CPMനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ചതിന്റെ പേരിൽ AP ഷൗക്കത്ത് അലിക്ക് വലിയ പ്രതികാര നടപടികളാണ് നേരിടേണ്ടി വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ IPS പദവി കൺവർ ചെയ്യുന്നത് തടയാൻ ഉന്നത തലങ്ങളിൽ കടുത്ത ഗൂഢാലോചനകൾ നടന്നു. NIA ഉൾപ്പെടെ മികവ് തെളിയിച്ചിട്ടും 2021 IPS ലഭിച്ച ശേഷം അദ്ദേഹത്തിന് ക്രമസമാധാന ചുമതലയുള്ള നിർണായക തസ്തികകളൊന്നും നൽകാൻ കഴിഞ്ഞ പിണറായി സർക്കാർ തയ്യാറായിരുന്നില്ല. തലശ്ശേരി DYSP ആയിരുന്ന സമയത്താണ് TP കേസ് അന്വേഷിച്ച സംഘത്തിൽ ഷൗക്കത്ത് അലി ഇടം പിടിക്കുന്നത്. കൊടിസുനി, ഷാഫി, കിർമാണി മനോജ് എന്നീ ക്രിമിനലുകളെയും CPM നേതാക്കളായ PK കുഞ്ഞനന്ദനെയും വിജയകരമായി അകത്താക്കിയത് ഇദ്ദേഹമാണ്. കേസിന്റെ സൂത്രധാരൻ എന്ന ആരോപണമുയർന്ന അന്നത്തെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനെ നട റോഡിൽ കാറ് തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്തതെന്ന് വലിയ വാർത്തയായിരുന്നു. TP കേസിലെ കൊലയാളികളെ മുടക്കോഴിമലയിൽ നിന്ന് അതിസാഹസികമായി പിടിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഷൗക്കത്ത് അലി. അതേസമയം മലയാള സിനിമയിലെ പ്രബലനായ നടൻ ദിലീപിനെ പ്രതികൂട്ടിലാക്കിയ നടിയെ ആക്രമിച്ച കേസ് സിനിമാറ്റിക് ട്വിസ്റ്റുകളിലൂടെ അന്വേഷിച്ച് വിജയിപ്പിച്ച ഉദ്യോഗസ്ഥനാണ് DYSP ആയ ബൈജു പൗലോസ്. കേസ് അന്വേഷണത്തിന്റെ പേരിൽ നിരവധി കള്ളക്കേസുകളും പ്രതിസന്ധികളും നേരിട്ട അദ്ദേഹത്തെയും കഴിഞ്ഞ സർക്കാർ ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി എറണാകുളം ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റിയിരുന്നു. ഏതായാലും ഈ കേസിന്റെ ചുമതല തന്നെ ഇവരിലേക്ക് എത്തിയതോടെ ഇത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണെന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട്. നവകേരള ബസിന് നേരെ മുദ്രാവാക്യം വിളിച്ച KSUക്കാരെ ഗൺമാൻമാർ നേരിട്ട രീതി ശരിയായില്ലെന്ന് ഇപ്പോൾ CPMും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ 2ാം ദിവസവും ഈ വിഷയം ചർച്ചയായി. ഈ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കും പിണറായി വിജയനും മുൻ മന്ത്രിമാർക്കുമെല്ലാം കനത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ഇക്കൂട്ടത്തിലായിരുന്നു ഉദ്യോഗസ്ഥരെ കയറുരുവിട്ടതിന്റെ ഫലമായിരുന്നു അത്തരം സംഭവങ്ങളെന്നും വിമർശനമുയർന്നത്. ആലപ്പുഴ മണ്ഡലം നഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവത്തിന്റെ പേരിലാണെന്നും വിമർശനമെത്തി. എന്തായാലും CPM അത്തരത്തിൽ തങ്ങളുടെ തെറ്റും ഇപ്പോൾ തിരിച്ചറിഞ്ഞു വരികയാണ്.